എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേ? ഏത്തക്ക വറുത്തതല്ല, പേരിയല്ല, കായ് വറുത്തതല്ല. പലരും എന്നോട് ചോദിച്ചു ഇറച്ചി ഇല്ലാണ്ട് ഇറച്ചിക്കറി ഉണ്ടാക്കാൻ ഒക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏത്തക്ക ഇട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തക്ക മാത്രം ഇട്ടിട്ട് ഇറച്ചിക്കറി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്നത്തെ ട്രൈ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പം ഇറച്ചി ഇല്ലാത്ത ഇറച്ചിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഏത്തക്കായ കൊണ്ട് ഇറച്ചിക്കറി, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഏത്തക്ക വേണം, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കഷ്ണം, അതായത് ഏത്തക്ക ഏകദേശം ഇത്രയും നീളത്തിൽ മുറിച്ചിട്ട് അത് നടുവേ പിളർന്നിട്ട് ഓരോ പിളർപ്പും 3ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ആ കട്ടിയിലാണ്. പക്ഷേ നമ്മുടെ ഏത്തക്ക കണ്ടായിരുന്നു വളരെ വണ്ണമുള്ളതായിരുന്നു. അപ്പോൾ ഏത്തക്ക ഏകദേശം ഈ വണ്ണത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏത്തക്ക മുറിച്ചതുകൊണ്ട് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില. ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ സാധാരണ സ്പൈസസ് ഇടും. എന്താണ് സാധാരണ സ്പൈസസ്? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ 4 പച്ചമുളക് വെച്ചിട്ടുണ്ട്. അതിപ്പം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ടെങ്കിലും പച്ചമുളക് എന്തിനാ ഇടുന്നത്? എന്തിനാന്ന് വെച്ചാൽ പച്ചമുളകിനൊരു ഫ്ലേവറുണ്ട് നമ്മുടെ മുളക് പൊടിക്ക് കിട്ടാത്തത്. അപ്പം അതും കൂടെ ഇതിൽ ചേരും. നമുക്കിതിനകത്ത് ഇറച്ചിയൊന്നുമില്ല. ഇതിനകത്ത് എന്തോരം ഫ്ലേവർ കയറ്റാമോ അത്രയും കൂടെ കയറ്റണം, എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. സാധാരണ കോഴിക്കറിക്കാണെങ്കിൽ തക്കാളി ഞാൻ ചിലപ്പോൾ ഇടാറില്ല, മല്ലിയില ഇടാറില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. മിക്ക ഇറച്ചിക്കറിയിലും ഉണ്ട് തക്കാളി, പക്ഷെ ഞാൻ ഇടുന്നതിൽ ചിലതിൽ ഞാൻ ഇടാറില്ല. ബാക്കിയുള്ള ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് ഈ ഇരിക്കുന്ന ചേരുവകൾ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതിനകത്തുനിന്ന് അധികം വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ വഴറ്റിയിട്ട് പൊടികൾ വിട്ട് ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. ഇതൊരുപാട് വെന്ത് പോകരുത്. വെന്ത് പോയാൽ ഇത് പൊടിഞ്ഞു പോകും. ഇറച്ചിയുടെ കൂട്ടല്ല. ഇറച്ചി കുറച്ചുകൂടെ സമാധാനക്കാരനാണ്, സമാധാനക്കാരിയാണ്, ടോളറൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ചിലതൊക്കെ ഒരുപാട് വേവിച്ചാലോ അങ്ങനെ ഇരിക്കും. കോഴി ചിലപ്പം പൊടിഞ്ഞു പോകും. പക്ഷെ ബീഫൊക്കെ ഒരുമാതിരി കൂടുതൽ വെന്താലും ഒരുമിച്ചിരിക്കും. പച്ചക്കറി ഇതങ്ങനെയല്ല, ഏത്തക്ക അങ്ങനെയല്ല. മിക്കവാറും അത് ഉടഞ്ഞുടഞ്ഞു പോകും ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗണം, പക്ഷെ നമുക്കിങ്ങനെ കടിക്കാനും പറ്റണം. അപ്പോൾ അത് ആ പരുവത്തിൽ വേവിച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നത്, ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, ഒട്ടും കളഞ്ഞിട്ടില്ല. തൊലിക്കകത്താണ് പോഷകാംശം, ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇറച്ചിയില്ലാത്ത ഇറച്ചിക്കറി, ഇതിനകത്ത് എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്ലേവർ നമുക്ക് കുറച്ചിനകത്ത് കൂട്ടണം. പുറത്ത് കാറ്റുണ്ട്, തീ നമ്മളെ സമ്മതിപ്പിക്കത്തില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു ഹൈ ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഉണ്ടെങ്കിൽ ഒരു മീഡിയം ഹൈ നമുക്ക് കിട്ടുള്ളൂ. തീ കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറയ്ക്കാം നമുക്ക്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ എല്ലാത്തിനും ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി നേരത്തെ പറഞ്ഞില്ല, ചതച്ചാണ് എടുത്തത്. വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തത്. അതിൻ്റെ കൂടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കറിവേപ്പില. കണ്ടാ കാറ്റ് പോകുന്ന കണ്ടാ? കാറ്റ് അങ്ങോട്ട് പിടിക്കുകയാണ്. കാറ്റ് മുഴുക്കും കിഴക്കോട്ട്. വേണ്ട, ഞാൻ എന്നോട് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പാടരുത്. ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മുടെ ഉള്ളി ഇടും. എങ്ങനെയാണ് ഞാൻ ഇടാറുള്ള ഉള്ളി? അങ്ങനെ തന്നെ നല്ലോണം ഞെരടി ഉച്ച കേട്ടല്ല, കരടിയല്ല, ഞെരടി. ഇവരെ ഒന്ന് ഇളക്കണം. ഉള്ളി കുറച്ച് തീ കുറഞ്ഞ് അത് വെന്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകണം. അതുകൊണ്ട് ഞാൻ തീ അല്പം കുറയ്ക്കുന്നു, ഒരുപാടില്ല. പക്ഷെ കാറ്റ് നമ്മളെ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? തീ കൂട്ടി വയ്ക്കും. അതെന്താ നമ്മളോടാ കളി. ഉള്ളി ഒരുമാതിരി അങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. മുഴുവനും ട്രാൻസ്ലൂസൻ്റ് ആയിട്ടില്ല. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില,
പകുതി. നല്ല മണം വരുന്നുണ്ട്. തക്കാളി ഒരുമാതിരി വെന്ത് അവിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അവിഞ്ഞത് എന്ന് പറഞ്ഞത് ചീത്തയായി എന്നല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലകൾക്ക് സമയമായി. ഞാൻ തീ വളരെ കുറച്ച് വയ്ക്കുന്നു, മസാല ഇട്ട് കഴിയുന്നവരെ, ഇല്ലെങ്കിൽ കഴിഞ്ഞു പോകും. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് ഞാനൊരു 1-1.25 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഗരം മസാല 1.5 ടീസ്പൂൺ. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. തീ കുറച്ച് വയ്ക്കുക. റോസ്റ്റായി കായ ഇടുകയാണ്. നല്ലോണം മിക്സ് ചെയ്യണം. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. ഒരുപാട് ഡ്രൈ ആയി ചോട്ടി പിടിക്കാതിരിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന ഒരുപാട് ചാറ് വെച്ചിട്ടല്ല. ഒരുപാട് ചാറ് വേണമെങ്കിൽ മസാലപ്പൊടികൾ കൂടുതൽ വേണം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മസാലയുടെ മണം. ഇങ്ങനെ എടുത്ത് തിന്നാൻ തോന്നുന്നില്ലേ? മസാല ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? തിളച്ച വെള്ളം ഏകദേശം കായൻ്റെ ലെവലിൽ നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് കറിവേപ്പില, ബാക്കിയുള്ള മല്ലിയില. അപ്പം നമുക്ക് മല്ലിയില റോസ്റ്റ് ചെയ്തതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഇത് ഫ്രഷായിട്ട് ഇട്ടതിൻ്റെ ടേസ്റ്റ് വരും. ഇതിലൊരു കാര്യം മറന്നു. എന്താ മറന്നേ കുട്ടികളെ? ഉപ്പ് പാകത്തിന്. കായ വേകാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊരു സോഫ്റ്റ് ബോയിൽ ഇട്ട് വേവിക്കണം. വെള്ളം ഇപ്പോൾ ഇത്രയുണ്ട്, ഇത് വറ്റും, വീണ്ടും ഒഴിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കായ വെള്ളം കുടിക്കുന്നതാണ്. മലയാളികൾ ഒരുപാട് വെള്ളം അടിക്കുന്ന പോലെ കായയും വെള്ളം അടിക്കും. ഉപ്പ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ആഹാ, എരിവുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏത് ഭാഗത്തിലായി നോക്കാം, വെന്തോ നോക്കാം. വെന്തിട്ടില്ല. പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ കട്ടിയാവും ഇരിക്കുമ്പോഴത്തേക്കും. ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നല്ല ഹീറ്റിൽ ഒന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്യാം. ചേരുവകളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തൊക്കെ ചേർക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിട്ടുപോയത് തേങ്ങാപ്പാൽ. മിക്ക കറികളിലും വെന്ത് കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത് തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു. ലാസ്റ്റ് കറിവേപ്പില എന്നിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കും. ഇത്രയുള്ള കാര്യം. ഇതാണ് നമ്മുടെ ഏത്തയ്ക്ക ഇറച്ചിക്കറി. ഇനി ഇത് വേവിച്ചാൽ ഇതെല്ലാം അടന്നു പോരും. ഇതിപ്പോൾ ചൂടുള്ളതുകൊണ്ട് ഇനിയും കുറച്ചുകൂടെ വേഗം. അത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുന്നു, തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇത് ആറിക്കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സാധാരണ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ചോറോ പൊറോട്ടയോ വല്ലതായിരിക്കും. ഞാൻ പലതിലും പറയാറുണ്ട് 2 സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിലും നല്ലതായിരിക്കും എന്ന്. ഇത്തവണ നമ്മൾ ബ്രെഡ് കൂട്ടിയാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണത്. തീ ഓഫ് ചെയ്യുന്നു, അടച്ചു വയ്ക്കുന്നു. ഇനി ടേസ്റ്റിങ്ങിന് കാണാം. വെജിറ്റേറിയൻ ഇറച്ചിക്കറി. ഞാനത് ഉണ്ടാക്കുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അധികം ചാറില്ല. ഇതാണ് നമ്മുടെ വെജിറ്റേറിയൻ ഇറച്ചിക്കറി. മീറ്റ് കഴിക്കാത്തവർക്ക് രുചികരമായിട്ട് കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻ മീറ്റ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ, ഇൻട്രോയിലാണോ കുക്ക് ചെയ്തപ്പോഴാണോ എന്നറിയില്ല, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രെഡ് മതി കഴിക്കാനെന്ന്. അപ്പം ബ്രെഡ് വെച്ചിട്ട് കഴിച്ച് നോക്കാം. ചാറിൽ മുക്കിയിട്ട് ചാറ് കഴിച്ച് നോക്കിയാൽ ഇറച്ചിക്കറി അല്ല എന്ന് പറയൂല. ഇതൊക്കെ ടേസ്റ്റ്. ഏത്തക്കായ നല്ലോണം വെന്തിട്ടുണ്ട്, പക്ഷെ പൊടിഞ്ഞു പോയിട്ടില്ല. സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.